ഇത് ഗവൺമെൻറ് റോസ് ഗാർഡൻ ഊട്ടി. റോസാപ്പൂക്കളാണ് ഇവിടുത്തെ പ്രത്യേകത. കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം റോസാപ്പൂക്കളാണ്. ഇതൊന്നും ഇപ്പോൾ പുഷ്പിച്ചിട്ടില്ല. ഫ്ലവർ ഷോക്ക് വേണ്ടിയിട്ട്, അതായത് മെയ് സെക്കൻഡ് വീക്കിൽ നടക്കുന്ന ഫ്ലവർ ഷോയുടെ സമയത്ത് ഇതെല്ലാം നിറയെ പൂക്കളായിരിക്കും. കണ്ടോ, ഇത് റോസാപ്പൂക്കൾ നട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലവർ ഷോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു 2 ആഴ്ചയോളം സമയമുണ്ട് ഫ്ലവർ ഷോക്ക്. ആ സമയമാകുമ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് പുഷ്പിക്കും. ആ സമയത്ത് നല്ല തിരക്കായിരിക്കും. കണ്ടോ, ഈ കല്ലിന് ചുറ്റും റോസാപ്പൂക്കളാണ്. കണ്ടോ, പല കളറിലുള്ള, പല വെറൈറ്റിയിലുള്ള, പല രൂപത്തിലുള്ള. കണ്ടോ, ഊട്ടി എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളുടെ നഗരം എന്നാണ്. വേറൊരു ടൈപ്പ്. വേറൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ. കേട്ടോ, വേറൊരു വെറൈറ്റി. പിന്നെ ഇതിൻ്റെയൊക്കെ മുറ്റെന്താണ്, ഈ തണ്ടിൻ്റെയൊക്കെ ഒരു വണ്ണം കണ്ടില്ലേ, തൊടാൻ പറ്റൂല കേട്ടോ. എന്താ ഈ തണ്ടിൻ്റെ വണ്ണം. ചാണകമാണ് അടിയിൽ, ചാണകപ്പൊടി അങ്ങ് വെതറിയിക്കണം. പിന്നെ ഒരു ഒറ്റ കളയില്ല, അതാണ് പ്രത്യേകത. ഇത് വളം മുഴുവനും ഇതിന് കിട്ടും എന്നുള്ളതാണ്. പിന്നെ പരിചാരകരാണ് അതിൻ്റെ പൂന്തോട്ടക്കാരനുണ്ടല്ലോ, പൂന്തോട്ടക്കാവൽക്കാരൻ സംഭവം തന്നെയാണ്. കളകൾ എന്നും പറിച്ച് നീക്കുന്നുണ്ട്. യെല്ലോ റോസ്. സത്യത്തിൽ ഈ റോസ് എന്ന പേര് കിട്ടാൻ തന്നെ കാരണം ആ റോസ് കളറാണ്. പക്ഷെ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ റോസ് കളറിലല്ല റോസ് കാണുന്നത്. നമുക്ക് എല്ലാ കളറിലും, അറിയാവുന്ന എല്ലാ കളറിലും റോസ് ഇവിടെ കാണാൻ പറ്റും. ഈ കളറിൻ്റെ ഒന്നും പേരെന്നെ നമുക്കറിയില്ല. എനിക്കറിയില്ല, നിങ്ങൾക്കറിയോ? ഈ കളറിൻ്റെ ഒന്നും പേരുകൾ തന്നെ നമുക്കറിയില്ല. എല്ലാ കളറിലും റോസ്. ഓ, ഇതിൻ്റെയൊക്കെ ഒരു വലുപ്പം നോക്കും, എന്താ വലുപ്പം. എത്രയാ വെറൈറ്റി നോക്കും. ആ, നാദിൻ്റെ ഒപ്പം ഉണ്ടോ? വാ 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 വാ. ഒരു പീപ്പി വാങ്ങിച്ചു കൊടുത്തിരിക്ക. ആ, അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ. സത്യത്തിൽ ഈ റോസാപ്പൂവ് ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു പനിനീർ പൂവ് എന്നായിരുന്നു ഇതിനെ പറയുന്നത്. പനിനീറിൻ്റെ സ്മെല്ല് വരും. ഈ പൂക്കളൊക്കെ ഏതാണാവോ സ്മെല്ലുണ്ടോയെന്നറിയില്ല. നമ്മുടെ പനിനീർ പൂവ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ആ ചെറിയ പൂവുണ്ടല്ലോ, അതിന് നല്ല സ്മെല്ലല്ല. ഈ റോസാക്കൊക്കെ സ്മെല്ലുണ്ടോയെന്നറിയില്ല. ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കണം. സ്മെല്ല് ചെയ്ത് നോക്കാൻ ഇവിടെ പറ്റില്ല. ഇവിടെയൊക്കെ കാവൽക്കാർ നിൽക്കുന്നുണ്ട്. ഇത് പറിക്കാണ് വിചാരിച്ചിട്ടേ നമ്മൾ വഴക്ക് പറയും. നാദി വാ.
ഊട്ടി റോസ് ഗാർഡനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പൂവൊക്കെ ഏതാണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 ആഴ്ചയും കൂടെ ഉള്ളൂ ഫ്ലവർ ഷോയ്ക്ക്. അന്നേക്ക് ഇത് ഉഷാറാവും, സൂപ്പറാവും. പക്ഷെ അന്നേക്കുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ നല്ല റഷായിരിക്കും. ഹൈലി പോപ്പുലേറ്റഡ് ആയിരിക്കും ഇവിടെയൊക്കെ. ട്രാഫിക്കും അതുപോലെ തന്നെ റൂംസും എല്ലാം ഭയങ്കരമായിട്ട് ജാമാവും. ഇവിടുത്തെ കാഴ്ചകളെ ഷൂട്ട് ചെയ്താലും തീരില്ല, അത്രയുണ്ട്. കണ്ട് മടുക്കും നമുക്ക്. ഈ റോസുകളൊക്കെ അത് പൂവിട്ടാണ്ടല്ലോ, ഇതിൻ്റെ മേലൊക്കെ മണ്ണല്ല, ചാണകം തന്നെയാണ്. ആദികുട്ടാ, എന്താ ക്ഷീണിച്ചിരുന്നോ? കുഴങ്ങിയോ? ചായ വേണോ? ചായ വേണോ? വാങ്ങിത്തരാട്ടോ. വാ, കണ്ടോ, ഇത് വേറൊരു തരം വെറൈറ്റിയാണ്. അടിയിൽ നിന്ന് തന്നെ കൊമ്പ് ഇങ്ങോട്ട് പൊട്ടി മുളച്ച് വരികയാണ് ഇതിന്, ഈ റോസിന്. പൂവ് ചെറുതാണ്, പൂവും അടിയിലാണ്, അടിയിൽ നിന്ന് മുതലേ ഉണ്ടാവുന്നുണ്ട്. ഓ, ഓ, നോക്കൂ, എന്താ ഭംഗി. ഈ നാട്ടിലെ, ഈ ഊട്ടിയിലെ റോസാപ്പൂക്കളൊക്കെ കാണുമ്പോഴാണ് നമ്മളെ നാട്ടിൽ ചെടി നിറഞ്ഞ പെണ്ണുങ്ങളെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് കേട്ടോ. ഇവിടുത്തെ ചെടികളുടെയൊക്കെ ഒരു ഭംഗി നോക്കൂ, എന്താ ഭംഗി. നമ്മളെ നാട്ടിൽ ഇനി എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല, ആകെ ഒരു ചെറിയ പൂവ ഉണ്ടാവുള്ളൂ. നോക്കൂ, എന്താ അടിപൊളി. ഇതൊക്കെ ആ ഫ്ലവർ ഷോ ആകുമ്പോഴേക്കുണ്ടല്ലോ. കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിരിക്കും ഇതൊക്കെ. ഞാനത് പറഞ്ഞതിന് പെണ്ണുങ്ങളൊക്കെ പാടെ എൻ്റെ മേത്ത് കയറാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ചെടി ഉണ്ടാക്കാൻ വേണ്ട രീതിയിൽ അറിയില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, വെള്ളം തരാം. 5 തട്ടുകളായിട്ടാണ് കേട്ടോ ഈ ഗാർഡൻ ഇരിക്കുന്നത്. അതിൽ 4th ടെറസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമുക്ക് ഈ 4th ടെറസിൽ മാത്രം 34 ബെഡും 1680 വെറൈറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രയും ഇനങ്ങളുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് 9000, 9000 ചെടികളുണ്ട്. ഈ 4ാം നിലയിൽ മാത്രമാണത്, 4ാം തട്ടിൽ, 4th ടെറസ്. അതിൻ്റെ ഏറ്റവും താഴെയുള്ള ടെറസാണത് കേട്ടോ. അതൊക്കെ പകുതി വഴിയിലാണ്, പുഷ്പങ്ങളൊക്കെ പകുതി വഴിയിലാണ്, പുഷ്പിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. വാ നദി വാ, ഏറ്റവും താഴത്തേക്ക് ഇറങ്ങാണ്. ആ, കൈ പിടിക്കണം. കൈന് പിടിക്കണോ? എറിയാൻ പാടില്ല. അപ്പൊ ഇത്ര അപ്പോൾ ഇതൊക്കെയാണ് ഊട്ടി റോസ് ഗാർഡനിലെ കാഴ്ചകൾ. ബാക്കി നാളെ മറ്റു ഗാർഡനിൽ